എക്കോ സീസൺ 1 അവസാനം കൊണ്ട് കലോടയ്ക്കുക എന്നുള്ള MCU സീരീസിന്റെ ചില സ്ഥിരം പരിപാടി ഉണ്ടല്ലോ, അത് ഇതിലും കൊണ്ടുവച്ചിട്ടുണ്ട്. അതത്ര എനിക്ക് പറയാനുള്ളൂ. ഇവൻ മായ ലോപ്പസ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന്റെ ഒരു പാസ്റ്റ് ലൈഫ്, അവരുടെ ഒരു ആൻസിസ്റ്റേഴ്സിനെ കുറിച്ചിട്ടൊക്കെ അങ്ങനെ പറഞ്ഞു പോകുന്ന സീരീസ് ആദ്യത്തെ കുറച്ച് എപ്പിസോഡുകൾ അത്യാവശ്യം നല്ല രീതിയിൽ ഇങ്ങനെ കൊണ്ടുവന്ന് ഇടയ്ക്ക് എനിക്ക് തോന്നി ഈ ഒരു നല്ല സീരീസിന്റെ ലിസ്റ്റിലേക്ക് ഒന്ന് ആഡ് ചെയ്താലോ എന്ന്. പക്ഷെ മനസ്സെപ്പോഴും പറഞ്ഞു എന്ത് വേണ്ട, നിൽക്ക്, അവസാനത്തെ എപ്പിസോഡ് കൂടി കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാം. എൻ്റെ അവസാനത്തെ എപ്പിസോഡ് കാത്തു നിന്നത് നന്നായി, കാരണം അവസാനത്തിൽ കൊണ്ടുപോയിട്ട് എല്ലാം കൊണ്ട് നശിപ്പിച്ച് തന്നു എന്ന് പറയാം. ഈവൻ കിങ് പിൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ നെറ്റ്ഫ്ലിക്സിന്റെ ഡയർ ഡെവിൾ ഷോസിലൊക്കെ എത്രത്തോളം ലെവൽ ക്യാരക്ടർ സെറ്റ് ചെയ്തതെന്ന് നമുക്കറിയാം. ഇതിൽ ആ ക്യാരക്ടറിനെ കൊണ്ടുവന്നിട്ട് ഇത്ര വീക്കസ്റ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആ ഒരു ക്യാരക്ടറിന് കൊടുക്കുകയും അങ്ങനെ പോർട്രേ ചെയ്യാൻ എങ്ങനെ ചെയ്യാൻ തോന്നുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈവൻ ഡയർ ഡെവിളിന്റെ ഒരു സീക്വൻസിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഏതാണ്ട് നമ്മുടെ വീടുകളിലൊക്കെ കള്ളൻ കയറിയിട്ട് കള്ളനെ നമ്മൾ കണ്ടിട്ട് കള്ളൻ കള്ളൻ എന്ന് പറഞ്ഞ് നമ്മൾ വിളിച്ചു പറയും. അപ്പൊ എന്താ കള്ളൻ ചെയ്യുക? എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടി എന്തെങ്കിലും തട്ടിമറിച്ചിട്ട് എന്താ പറയാ ശ്രദ്ധ തിരിച്ചിട്ട് അവിടുന്ന് രക്ഷപ്പെടൂലേ? ആ ഒരു സാധനമായിരുന്നു ഇതിന്റെ ഡയർ ഡെവിളിന്റെ ഒരു സീക്വൻസ്. ആ ഒരു ക്യാരക്ടർ ആ ഒരു സീക്വൻസിൽ വന്നില്ലെങ്കിൽ ഒരു ഇഷ്യൂ ഇല്ല. ഈവൻ 5 എപ്പിസോഡുള്ള മിനി സീരീസ് ആണ് ഇവർ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. അത് കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കുറച്ചുകൂടി എപ്പിസോഡുകളാക്കി ഡെവലപ്പ് ചെയ്ത് പ്രോപ്പർ ഏതെങ്കിലും ക്യാരക്ടേഴ്സിന് വേറെ എന്തെങ്കിലും സ്പേസ് കൊടുത്തുകൊണ്ട് എൻഗേജിങ് ആക്കി കൊണ്ടുപോകുന്നതിന് പകരം ഈ 5 എപ്പിസോഡ് കൊണ്ട് ഈ ഒരു ക്യാരക്ടർ ഓവർ പവേർഡ് ആണ്, എല്ലാവരെക്കാളും കുറച്ചുകൂടി പവർഫുൾ ആയിട്ടുള്ള ഒരു ഇൻസ്റ്റന്റ് ക്യാരക്ടർ എന്നുള്ള രീതിയിൽ ഒരു പുതിയൊരു സംഭവം, ഒരു പടച്ചുവിടലാണ് MCU ഇതുകൊണ്ട് ഉദ്ദേശിച്ചുള്ളത്. MCUന്റെ മാർവൽ സ്പോട്ട്ലൈറ്റ് എന്നുള്ള പ്രൊഡക്ഷൻസിലെ ഫസ്റ്റ് സീരീസ് ആണ് ഇങ്ങനെ വരുന്നത്. ആൻഡ് ആദ്യമൊക്കെ കണ്ടപ്പോൾ എന്താ പറയാ ചീത്തപ്പേര് മാറ്റുകയാണെന്ന് വിചാരിച്ചെങ്കിൽ അവസാനം കൊണ്ടുപോയി നശിപ്പിച്ചു തന്നു. പിന്നെ നന്നായി എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഇതിലെ ട്രാൻസിഷൻസ് ആണ്. കാരണം പല സീൻസിന്റെയും ട്രാൻസിഷൻസ് അധികം സമയമെടുക്കാതെ പെട്ടെന്ന് തന്നെ ആ ഒരു കഥയുടെ ആ ഒരു ഫാസ്റ്റ് പേസ് കാണിക്കുന്ന രീതിയിലായിരുന്നു കാണിച്ചത്. ആൻഡ് ഇതിലുള്ള ചില ഫൈറ്റ് സീക്വൻസും അത്യാവശ്യം നന്നായിരുന്നു. മായ ലോപ്പസിന്റെ ആ ഒരു ക്യാരക്ടറിനെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ട് പല സൗണ്ട്, ഇപ്പോൾ ഡെഫ് ആൻഡ് മ്യൂട്ട് ആണ് ഈ ക്യാരക്ടർ എന്ന് അറിയാലോ, റിയൽ ലൈഫിലും അതെ ഈ ഒരു ക്യാരക്ടർ അങ്ങനെ അതെ. ഈ ഒരു ക്യാരക്ടറിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ ഇന്നോഡിബിൾ ആയിട്ടുള്ള ഒരു രീതിയിലുള്ള സീൻസും അതൊക്കെ നല്ല രീതിയിൽ ബ്ലെൻഡ് ആയി. കാരണം സീരീസിന്റെ ആ ഒരു മൊത്തത്തിലുള്ള സീൻസിലൊക്കെ അത്യാവശ്യം ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ട് പറഞ്ഞത് അത്യാവശ്യം നന്നായി തന്നെ തോന്നി. ആൻഡ് ഇതിലത്തെ ട്രാൻസിഷൻസ് ആണ് എടുത്തു പറയേണ്ടത്. കാരണം അധികം സമയം എടുക്കാതെ പെട്ടെന്ന് പറഞ്ഞു പോകുന്ന രീതികളും നന്നായിരുന്നു. ആൻഡ് എല്ലാത്തിനെയും പറയിപ്പിക്കാൻ എന്തെങ്കിലും ഒന്ന് മതി എന്ന് പറയില്ല. അതാണ് ഏറ്റവും അവസാനം കൊണ്ടുപോയിട്ടുള്ള ഈ സീരീസിന്റെ ഫിനാലയിൽ കൊണ്ട് കാണിച്ചിട്ടുള്ള അപരാധം എന്ന് പറയാം. കാരണം അമ്മ അതിൽ ആ സാധനമാണ് കാണിച്ചു വെച്ചിട്ടുള്ളത്. സത്യം പറഞ്ഞാല് കിങ് പിന്റെ ഒക്കെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് കാണിച്ചു വെച്ചിട്ടുള്ളത് നല്ല സങ്കടം തോന്നി. കാരണം ആ ഒരു ക്യാരക്ടറിന് നല്ലൊരു സീരീസുകളിലത്തെ ഏറ്റവും നല്ല ക്യാരക്ടേഴ്സിന്റെ ഒരു ലിസ്റ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഈ ഒരു വില്ലൻ ക്യാരക്ടർ എന്തായാലും ഉണ്ടാവും. ക്രോസ് കട്ട് സീനായിട്ട് ഒരു സീൻ വെച്ചിട്ടുണ്ട്. അതിന്റെ ഫ്യൂച്ചർ എന്താവും യാതൊരു പ്രതീക്ഷയും വെക്കുന്നില്ല. അത് എന്തെങ്കിലും കാട്ടിക്കൂട്ടിക്കോട്ടെ, ആളെ വിട് സ്വാമി എന്നേ പറയാനുള്ളൂ. ഇനിയെങ്കിലും ഉള്ള സീരീസുകളിൽ നല്ലതെന്ന് പറയാൻ ഇപ്പൊ മൂൺ നൈറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ലോക്കി ഉണ്ട്, ആൻഡ് നമ്മുടെ മറ്റേ വാട്ട് ഈഫ് സീസൺ 1 ഉണ്ട്. സീസൺ 2 ഞാൻ പറയുന്നില്ല, ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ആൻഡ് സീരീസ് കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക. ആൻഡ് അൺടിൽ ദെൻ